നമസ്കാരം. ഞാൻ മാനിക്കുന്ന ഒരു വർഗമാണ് നിരീശ്വരവാദികൾ, യുക്തിവാദികൾ. യഥാർത്ഥത്തിൽ നിരീശ്വരവാദികൾ എന്നവരെ പറഞ്ഞുകൂടാ, യുക്തിവാദികളാണ്. യുക്തിക്ക് നിരക്കുന്നതിനെ മാത്രം വിശ്വസിക്കുന്നവർ, സയൻറ്റിഫിക് ആയിട്ടുള്ളതിനെ മാത്രം വിശ്വസിക്കുന്നവർ, തെളിയിച്ചിട്ടുള്ളതിനെ മാത്രം വിശ്വസിക്കുന്നവർ. അങ്ങനെ തെളിവില്ലാത്ത ഒന്നാണ് ഈശ്വരവിശ്വാസവും അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും. അങ്ങനെ തെളിവുകളില്ല. നമ്മളൊക്കെ ഇങ്ങനെ വിശ്വസിക്കുന്നു. ഞാനും ഒരു ഈശ്വരവിശ്വാസിയാണ്. അത് ജന്മം മുതലേ അങ്ങനെ ശീലിച്ചതുകൊണ്ട് ഞാനൊരു ഈശ്വരവിശ്വാസിയാണ്. പക്ഷേ ഞാൻ ഈ യുക്തിവാദികളെ വളരെ കേൾക്കാറുണ്ട്, അവരുടെ പ്രസംഗങ്ങൾ കേൾക്കാറുണ്ട്. യുക്തിവാദികൾ പറയുന്നതിലെ 99% വാസ്തവങ്ങളാണ്. കാരണം അവർ ഒരു പ്രത്യയ ശാസ്ത്രത്തിൻ്റെയും മാധ്യമത്തിലൂടെ അല്ല വസ്തുതകളെ കാണുന്നത്, അവർ നേരിട്ട് കാണുന്നവരാണ്. അവർ ഒന്നിലൂടെയുമല്ല ഒന്നിനെയും കാണുന്നത്. അവരുടെ കാഴ്ചകൾ സുവ്യക്തവും നേരിട്ടുള്ളതുമാണ്. ഒരു ഹിന്ദു മതവിശ്വാസി, ഒരു ഇസ്ലാം മതവിശ്വാസി, ഒരു ക്രിസ്ത്യാനി, ക്രിസ്തു വിശ്വാസി, ഇവരൊക്കെ ആ മതത്തിൻ്റെ ചട്ടക്കൂട്ടിൽ നിന്നാണ് പല വസ്തുതകളും കാണുന്നത്. അപ്പോൾ അവർ വാസ്തവങ്ങൾക്ക് വിരുദ്ധമായ കാഴ്ചയായിരിക്കും ചിലപ്പോൾ കാണുന്നത്. കാരണം ആ മതം അനുശാസിക്കുന്ന സത്യങ്ങൾ വിശ്വസിച്ച് അതാണ് സത്യം എന്ന് അവർ കണ്ടെത്തപ്പെടും, അതാണ് സത്യം എന്ന് അവർ ധരിക്കും. പ്രത്യയശാസ്ത്രങ്ങളൊന്നും ഒട്ടും ശാസ്ത്രീയമല്ല, ചിലത് കാലാനുസൃതമായി ഉണ്ടാകുന്നതാണ്. ആ പ്രത്യയശാസ്ത്രങ്ങളിലും ആശയങ്ങളിലുമൊക്കെ പല തെറ്റുകളും ഉണ്ടാകാം. ആ തെറ്റ് നമ്മുടെ വീക്ഷണങ്ങളിലും ഉണ്ടാകും. ഒരു സങ്കല്പങ്ങളും ഒരു മുൻധാരണകളും ഒരു മാധ്യമവും ഇല്ലാതെ കാണുന്ന കാഴ്ചകൾക്ക് സത്യത്തിൻ്റെ അംശം കൂടുതലായിരിക്കും. യുക്തിവാദികളെ നമ്മൾ പരിഹസിക്കും, അവർ വെറും മോശക്കാരാണെന്ന് പറയും. എന്നാൽ അതല്ല, യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ധർമ്മിഷ്ഠരും മാനവികതയുള്ളവരും പൗരബോധമുള്ളവരും അവരാണ്. ഞാൻ കണ്ടിടത്തോളം ഞാനൊരു ഹിന്ദുവിനെ കാണുമ്പോൾ ആ ഹിന്ദു എന്നുള്ള സങ്കല്പം, ഞാൻ ഒരു ആർ എസ് കാരനെ കാണുമ്പോൾ സന്തോഷം വരും. കാരണം എൻ്റെ വിശ്വാസവുമായിട്ട് അവൻ ചേർന്ന് പോകുന്ന ആളാണ്. പക്ഷേ ഒരു യുക്തിവാദിക്ക് അങ്ങനെയില്ല, അവർക്ക് ഒരു സമതുല്യതയുണ്ട്. ഈ യുക്തിവാദികൾ നമ്മുടെ സമൂഹത്തിന് ആവശ്യമാണ് എന്നാണ് എൻ്റെ വിശ്വാസം. പണ്ടത്തെ യുക്തിവാദികളാണ് ചാർവാകന്മാർ. ചാർവാക സിദ്ധാന്തം നമ്മുടെ വേദങ്ങളെക്കാളും ഉപനിഷത്തുകളെക്കാളും മറ്റ് പുരാണങ്ങളെക്കാളും ഒക്കെ വലുതായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷേ അത് അന്യം നിന്ന് പോയി, നഷ്ടപ്പെട്ടു പോയി. കാരണം വായ്മൊഴിയാലാണ് ഒരു തലമുറ മറ്റൊരു തലമുറയ്ക്ക് പകർന്നു കൊടുത്തിരുന്നത്. അന്നത്തെ യുക്തിവാദികളെ കേൾക്കാനും അത് പഠിക്കാനും ആൾക്കാർ കുറവായിരുന്നു. കാരണം ഈശ്വരൻ അത്രത്തോളം പ്രബലമായിരുന്നു അന്നത്തെ മനുഷ്യരുടെ ഉള്ളിൽ. ആ പ്രബലനായ ഈശ്വരനെ തള്ളാൻ അന്നത്തെ ജനതയ്ക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് ചാർവാക സിദ്ധാന്തം ഇല്ലാതെ പോയി. ആ ചാർവാകന്മാരുടെ പിൻതലമുറക്കാരാണ് ഇപ്പോഴത്തെ യുക്തിവാദികൾ. അവർ സമൂഹത്തിലെ പല പുഴുക്കുത്തുകളും അസമത്വങ്ങളും അന്യായങ്ങളും ദോഷങ്ങളും ഹീനകൃത്യങ്ങളും എല്ലാം തുറന്നു കാണിക്കുന്നു. അവർ ഹിന്ദുവിനെ വിമർശിക്കും, ക്രിസ്ത്യാനിയെ വിമർശിക്കും, മുസ്ലിമിനെ വിമർശിക്കും, രാഷ്ട്രീയ പാർട്ടിക്കാരെ വിമർശിക്കും. ഓരോ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും അവരുടേതായിട്ടുള്ള ആശയങ്ങളുണ്ട്. ആ ആശയത്തിൽ നിന്ന് നോക്കുമ്പോൾ ആ ആശയത്തിൽ വിശ്വസിക്കുന്നവർ ചെയ്യുന്ന ശരി മറ്റുള്ളവർക്ക് തെറ്റാകും. ഓരോ ആശയത്തിൻ്റെയും പിൻബലമില്ലാതെ, ഒരു ആശയത്തിലൂടെ അല്ലാതെ സത്യങ്ങളെ കാണുന്ന ഒരു നല്ലൊരു വർഗമാണ് യുക്തിവാദികൾ. ധൈര്യമുള്ളവരുമാണ്. ഇത്രയും ഈശ്വരന്മാരെ വിമർശിക്കുകയും മതങ്ങളെ വിമർശിക്കുകയും രാഷ്ട്രീയക്കാരെ വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്നവർ വളരെ ധൈര്യമുള്ളവരാണ്. അവർ ഈ സമൂഹത്തിന് അത്യന്താപേക്ഷിതമാണ്, പുച്ഛിച്ച് തള്ളേണ്ടവരല്ല. അതായത് ഈശ്വര സങ്കല്പമില്ലാതെ ആശ്രയത്വമില്ലാതെ അവർ സ്വതന്ത്രമായി ധൈര്യപൂർവ്വം ജീവിക്കാൻ അവർക്ക് മനസാന്നിധ്യമുണ്ടെങ്കിൽ അവരാണ് യഥാർത്ഥ ധീരം. ഞാനൊരു ഈശ്വരവിശ്വാസിയാണ്. അയ്യപ്പനെയും ഭദ്രകാളിയും ഒക്കെ ജീവിക്കുന്ന ആളാണ് നിത്യവും. എനിക്ക് ആ സങ്കല്പങ്ങളിലൂടെയാണ് ജീവിക്കാനുള്ള ധൈര്യം ഉണ്ടാകുന്നത്. അതില്ലെങ്കിൽ ഞാൻ ആകപ്പാടെ വിഭ്രാന്തിയിലായി പോകും. അതുകൊണ്ട് എനിക്ക് ആ സങ്കല്പങ്ങളൊന്നും മാറ്റണമെന്നില്ല. പക്ഷേ ആ സങ്കല്പമില്ലാതെ ജീവിക്കുന്നവരോട് എനിക്ക് വളരെ ആരാധനയാണുള്ളത്. കാരണം സ്വയം ധൈര്യമുള്ളവരും ആത്മവിശ്വാസമുള്ളവരാണ് ഈ യുക്തിവാദികൾ. ഈശ്വരനൊന്നും അവർക്ക് വേണ്ട, ഒരു പ്രത്യയശാസ്ത്രങ്ങളും അവർക്ക് വേണ്ട. യുക്തിവാദം എന്നാൽ ഒരാശയമല്ല, യുക്തിക്ക് നിരക്കുന്നത് മാത്രം വിശ്വസിക്കുന്ന ആൾക്കാരാണ്, ഒരാശയമല്ലത്. യുക്തിവാദികൾ എവിടെയെങ്കിലും സംഘർഷം ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടോ? അവരുടെ ആശയ പ്രചരണാർത്ഥം മറ്റുള്ളവർ വഴക്കുണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടോ? കാര്യം അവർക്ക് ആശയമില്ല, അവരാരോടും വഴക്കുണ്ടാക്കത്തില്ല. അവർ സൗമ്യശീലരാണ്, അവർ സത്യങ്ങൾ വിളിച്ചു പറയുന്നു, അത്രമാത്രം. അവരെ എതിർക്കുന്നവരെ ആ ഒരു മനസാന്നിധ്യത്തോടു കൂടി തന്നെ അവർ മറുപടി പറയുന്നു.
ബുദ്ധിപരമായ മറുപടി. ഈ യുക്തിവാദികൾ ഭൂരിപക്ഷവും ബൗദ്ധിക തലത്തിൽ വളരെ ഉയരമുള്ളവരാണ്, നിസ്സാരക്കാരല്ല, മൊത്തം പഠിച്ചവരാണ്. അവർക്ക് ബൈബിളും ഖുറാനും രാമായണവും മഹാഭാരതവും എല്ലാം അറിയാവുന്നവരാണ്. എങ്കിലും അതിനെ വിമർശിക്കാൻ പറ്റും. ചുമ്മാ കരയ്ക്കിരുന്ന് വള്ളം മുക്കാൻ പറ്റത്തില്ല. അവർക്ക് അടിസ്ഥാനപരമായ അറിവുള്ളവരാണ്, ശാസ്ത്രബോധമുള്ളവരാണ്. അതുകൊണ്ട് യുക്തിവാദികളെ കാണുമ്പം ഒരു പുച്ഛരസം വേണ്ട, ഒരു ആരാധനയൊക്കെ ആകാം എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ EA ജബ്ബാറിനെയും ആരിഫ് ഹുസൈനെയും അങ്ങനെയൊക്കെ ഒത്തിരി പേരുണ്ട്, ഞാൻ ഇവരുടെയൊക്കെ വീഡിയോകൾ കാണാറുണ്ട്. അവരോടൊക്കെ എനിക്ക് വലിയ കടുത്ത ആരാധനയാണ്. സന്തോഷ് ജോർജ് അങ്ങനെ കഴിഞ്ഞാൽ എനിക്ക് ആരാധനയുള്ളത് ഈ യുക്തിവാദികളാണ്. ഈശ്വരവിശ്വാസിയായ എനിക്ക് ആരാധനയുള്ളത് ഈ യുക്തിവാദികളാണ്. അപ്പോൾ യുക്തിവാദികളെ നമ്മൾ കുറച്ചൊക്കെ സപ്പോർട്ട് ചെയ്യണം. അവർ സമൂഹത്തിൻ്റെ പുഴുക്കുത്തുകൾ കാണിക്കുന്നവരാണ്. അവർ സമൂഹത്തിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ ശ്രമിക്കുന്നവരാണ്. ചെറിയ ഒരു ശതമാനമേ ഉള്ളൂവെങ്കിൽ പോലും അവരുടെ പ്രവർത്തനങ്ങൾക്ക് വളരെയേറെ ശക്തിയുണ്ട്. സമൂഹം അത് കേൾക്കുന്നുണ്ട്. ഞാൻ വളരെ ഈശ്വരവിശ്വാസത്തിൽ ഒരു തീവ്രമായ ഈശ്വരവിശ്വാസം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഞാൻ പോലും അവരെ ആരാധിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിൽ സത്യമുണ്ട്. ആ സത്യം നമ്മൾ കണ്ടെത്തിയാൽ മതി. നാളെ തൊട്ട് അമ്പലത്തിൽ പോകണ്ടെന്നോ പള്ളിയിൽ പോകണ്ടെന്നോ മോസ്കിൽ പോകണ്ടെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. ആ സത്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ധർമ്മബോധം മതാധിഷ്ഠിതവും ആശയാധിഷ്ഠിതവുമായ കാര്യങ്ങളിലൂടെ ആകുമ്പോൾ ആ മതവും ആശയവും പറയുന്ന ധർമ്മബോധമാണ് നമുക്കുള്ളത്. യഥാർത്ഥ ധർമ്മമല്ല. യഥാർത്ഥമായ ഒരു ധർമ്മമുണ്ട്, ഒരു മാനവികതയുണ്ട്, ഒരു മനുഷ്യത്വമുണ്ട്. നമ്മൾ വിശ്വസിക്കുന്ന ആശയങ്ങളിലൂടെ, നമ്മൾ വിശ്വസിക്കുന്ന മതത്തിലൂടെ ധർമ്മത്തെ നോക്കിക്കാണുമ്പോൾ ആ ധർമ്മത്തിന് യഥാർത്ഥ ധർമ്മമായി യാതൊരു ബന്ധവും കാണില്ല. കൊല്ലാൻ പറയുന്ന മതം, ചാകാൻ പറയുന്ന മതം, യുദ്ധം ചെയ്യാൻ പറയുന്ന മതം, അതൊക്കെ ആ മതത്തിൻ്റെ ധർമ്മമാണ്. അതാണ് സത്യം എന്ന് ആ മതവിശ്വാസികൾ വിശ്വസിക്കുന്നു. പക്ഷേ അത് യഥാർത്ഥ ധർമ്മമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ യഥാർത്ഥ ധർമ്മത്തെ കാണണമെന്നുണ്ടെങ്കിൽ ഈ ആശയങ്ങളും എല്ലാം വലിച്ചെറിഞ്ഞ്, ഈ മതങ്ങളും എല്ലാം വലിച്ചെറിഞ്ഞ്, ഈ ഈശ്വരവിശ്വാസവും എല്ലാം വലിച്ചെറിഞ്ഞ് എങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥ ധർമ്മം അറിയാൻ പറ്റൂ. ഈശ്വരവിശ്വാസിൽ തെറ്റ് ചെയ്യരുത് എന്ന് മനസ്സാൽ ധരിക്കുന്നുണ്ടെങ്കിൽ അത് ഭയന്നിട്ടാണ്, ഈശ്വരഭയം, അല്ലാതെ അവരുടെ ധർമ്മബോധം കൊണ്ടല്ല. മറ്റുള്ളവർക്ക് ദോഷമുണ്ടാകും അതുകൊണ്ട് ചെയ്യരുത് എന്നുള്ളതല്ല. അപ്പോൾ അവരുടെ മനസ്സിലെ ധർമ്മബോധം യഥാർത്ഥ ധർമ്മബോധമല്ല, ഭയന്നിട്ടുള്ളതാണ്. നമ്മുടെ ഭാരതത്തിൽ, ഇന്ത്യയിൽ ഈശ്വരവിശ്വാസത്തിൻ്റെയും മതത്തിൻ്റെയും ചട്ടക്കൂട്ടിൽ നിന്നുള്ള ധർമ്മം ദോഷവും നല്ലതും ഒക്കെ വരുത്താറുണ്ട്. ഇതിനെയൊക്കെ വിട്ടുള്ള യഥാർത്ഥ ധർമ്മബോധത്തെ കാണണമെങ്കിൽ ഈ മതവും ഈശ്വരവിശ്വാസവും ആശയവിശ്വാസങ്ങളും എല്ലാം മാറണം. എങ്കിലേ യഥാർത്ഥ ധർമ്മത്തെ തിരിച്ചറിയാൻ പറ്റും. അത് നമ്മൾ ബൗദ്ധികമായി കുറച്ച് ഉയരണം, ചിന്തയിലൂടെ ഉയരണം. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ചിലർക്ക് ഇതെന്തു വരും പറയുന്നതെന്ന് തോന്നിയേക്കാം. ഞാൻ പറയുന്ന ആശയം അതുപോലെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റും എന്ന് ഞാൻ ധരിക്കുന്നില്ല. ഒന്നിൻ്റെയും ചട്ടക്കൂട്ടിൽ നിന്ന് ഒന്നും കാണാൻ ശ്രമിക്കരുത്. ഒരു വീട് കാണണമെന്നുണ്ടെങ്കിൽ ആ വീട്ടിനകത്തിരുന്ന് കാണണം, അത് വെളിയിലിറങ്ങി നിന്ന് കാണണം, ദൂരെ നിന്ന് കാണണം, എല്ലാ തരത്തിലും കാണണം. എങ്കിലേ ആ വീടിനെ പറ്റി നമുക്കറിയാൻ പറ്റും. വീട്ടിനകത്തിരുന്ന് ഇതാണ് വീട് എന്ന് ചിന്തിച്ചാൽ, നമ്മൾ കാണുന്നത് മാത്രമാണ് വീട് എന്ന് ചിന്തിച്ചാൽ ആ കാഴ്ച പൂർണ്ണമായിരിക്കില്ല. മൊത്തം കണ്ടെങ്കിലേ സത്യവുമായിട്ട് ബന്ധം വരും. ധർമ്മവും സത്യവും നീതിയും ന്യായവും എല്ലാം അങ്ങനെ തന്നെയാണ്. നന്ദി, നമസ്കാരം.